വരുന്ന 12 ദിവസങ്ങൾ വളരെ മോശപ്പെട്ട ഒരു കാലമായിരിക്കും പോങ്ങ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം. സംഘികളാണോ സന്ദീപാണോ ജയിച്ചത്? ജയവും തോൽവിയും ഒക്കെ, പ്രത്യേകിച്ച് രാഷ്ട്രീയ കാര്യങ്ങളിലുള്ള ജയവും തോൽവിയും ഒന്നും കൃത്യമായിട്ട് അങ്ങനെ നിർണ്ണയിക്കാനോ ഒക്കെ സാധിക്കണം എന്നില്ല. എങ്കിൽ പോലും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ തീർച്ചയായിട്ടും സന്ദീപാണ് ജയിച്ചത്. സംഘികൾ അമ്പേ പരാജയപ്പെട്ടു പോയി എന്ന് തന്നെ വേണം പറയാൻ. കണക്ക് വെച്ചുകൊണ്ട് ഞാനതിൻ്റെ കാര്യം പറയാം. സന്ദീപ് BJP-യിൽ നിന്നും കോൺഗ്രസിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒപ്പമുണ്ടായിരുന്ന, ഫേസ്ബുക്കിൽ അദ്ദേഹത്തെ ഫോളോ ചെയ്തിരുന്ന ആളുകളുടെ എണ്ണം 3,15,000 ആയിരുന്നു. ഞാനത് കൃത്യമായിട്ട് നോക്കാൻ കാരണം, ഇദ്ദേഹം കോൺഗ്രസിലേക്ക് പോകുന്നതിനെ ചൊല്ലി എന്ത് തരത്തിലുള്ള ഡാവടിയാണ് നടത്തിയിട്ടുണ്ടാവുക എന്നറിയാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്കിലേക്ക് ഞാൻ പോകുന്നു. അപ്പോൾ വളരെ ബോധപൂർവം കരുതിക്കൂട്ടി ഞാൻ അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സ് പട്ടിക ഒന്ന് നോക്കി. അപ്പോൾ 3,15,000 ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരുണ്ടായിരുന്നു. അദ്ദേഹം ഫോളോ ചെയ്യുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 0 ആയിരുന്നു. ഫേസ്ബുക്കിലൂടെ അദ്ദേഹം വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, അല്ലെങ്കിൽ സ്വന്തം ജീവിതം, സ്വകാര്യ ജീവിതത്തിന്റെ പ്രകാശനമല്ല അദ്ദേഹം ഫേസ്ബുക്കിലൂടെ നടത്തിക്കൊണ്ടിരുന്നത്. സന്ദീപ് ജി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ, നിലപാടുകൾ, അഭിപ്രായങ്ങൾ, ഇതൊക്കെയാണ് പൊതുസമൂഹവുമായിട്ട് അതിലൂടെ പങ്കിട്ടുകൊണ്ടിരുന്നത്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ആളുകളിൽ മഹാഭൂരിപക്ഷം പേരും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ തന്നെ ആയിരുന്നിരിക്കണം, അല്ലേ? അങ്ങനെ ആവാനാണ് സാധ്യത കൂടുതൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ 3,15,000 ഒരു 15,000 പേരെ നമുക്ക് മാറ്റിവെക്കാം. കാരണം അത് വ്യക്തിപരമായി അദ്ദേഹത്തോട് രാഷ്ട്രീയത്തിനപ്പുറത്തേക്കുള്ള അടുപ്പം കൊണ്ട് പിന്തുണയ്ക്കുന്നവരായിരിക്കാം. നാട്ടുകാര്, വീട്ടുകാര്, ബന്ധുക്കള്, സ്വന്തക്കാര്, സുഹൃത്തുക്കള്, കൂടെ പഠിച്ചവര്, പരിചിതര്, അങ്ങനെയുള്ള ഒരു സംഘം ആളുകളായിരിക്കാം അദ്ദേഹത്തെ അങ്ങനെ ഫോളോ ചെയ്യുന്നത്. ബാക്കിയുള്ളവരൊക്കെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളോട് അനുകൂല ഭാവം പുലർത്തുന്നവർ തന്നെ ആയിരിക്കണം. അതിൽ നിന്ന് കൊഴിഞ്ഞു പോയത് എത്ര പേരാണെന്നറിയാവൂ? ഏറ്റവും താഴെ തട്ടിലുള്ള നില എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് പട്ടികയിലെ ഏറ്റവും താഴെ തട്ടിലുള്ള സംഖ്യ എന്ന് പറയുന്നത് 2,98,000 ആയിരുന്നു പോങ്ങന്റെ കണ്ണിൽപ്പെട്ടത്. അതിലും താന്നു പോയിരുന്നു എന്ന് എനിക്കറിയില്ല. എന്തായാലും 2,98,000 ആളുകൾ, അതായത് 17,000 പേരാണ് അദ്ദേഹത്തെ കൊഴിഞ്ഞു പോയത്. ഇന്ന് അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സിന്റെ നില എന്ന് പറയുന്നത് 3,52,000, അതായത് ഏതാണ്ട് 54,000 ആളുകൾ അദ്ദേഹത്തിന്റെ ആ രാഷ്ട്രീയ വ്യതിയാനത്തിന്റെ ഭാഗമായി, കൂറുമാറ്റത്തിന്റെ ഭാഗമായി അദ്ദേഹത്തോട് കൂറു പുലർത്താൻ 54,000 പുതിയ ആളുകൾ വന്നിട്ടുണ്ട്. വിജയമല്ലേ അത്? ഒരാളുടെ പിന്നിൽ അണിനിരക്കുന്ന ആളുകളുടെ എണ്ണം നോക്കിക്കൊണ്ട് ആ മനുഷ്യൻ ശരിയാണെന്നോ മഹാത്മാവാണെന്നോ പോകാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ വിചാരിക്കുന്നുമില്ല, വിശ്വസിക്കുന്നുമില്ല. പക്ഷെ ജനാധിപത്യ സമ്പ്രദായത്തിൽ ആൾക്കൂട്ടം എന്ന് പറയുന്ന ഒരു ശക്തിയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ സ്വാധീന ശേഷിയുടെയും സാമൂഹ്യ മൂല്യത്തിന്റെയും പ്രകടനം തന്നെയാണ്, അല്ലെങ്കിൽ അതിന്റെ തെളിവാണ്. സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞ പോലെ സാമൂഹ്യ മൂല്യവും സ്വാധീനശേഷിയുമുള്ള ആളുകൾ സ്വാർത്ഥബുദ്ധരാണ് എന്നുണ്ടെങ്കിൽ അത് സമൂഹത്തിനും ആ പ്രസ്ഥാനത്തിനും പ്രത്യേകിച്ച് ഗുണമൊന്നും ചെയ്യില്ല. വ്യക്തിപരമായി മാത്രമാണ് അവർക്ക് മാത്രമേ ഗുണമുള്ളൂ എന്നുള്ളതാണ്. അല്ല സമൂഹത്തിനോ പ്രസ്ഥാനത്തിനോ ഒന്നും യാതൊരു പ്രയോജനവും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയില്ല, ഒരു സാധ്യതയും പോകാൻ കാണുന്നില്ല. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വന്തം ജീവിതത്തെ ആഘോഷമാക്കി കൊണ്ടു നടക്കുന്ന ആളുകളുമുണ്ട്, എന്നാൽ മറ്റുള്ളവരാൽ ആഘോഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുമുണ്ട്. സന്ദീപ് അങ്ങനെ ഒരാളാണ്. മറ്റുള്ളവരാൽ ആഘോഷിക്കപ്പെടണം, മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു ആഘോഷത്തിനുള്ള ഒരു കാരണമായി തന്റെ ജീവിതം മാറണമെന്ന് ആഗ്രഹിക്കുന്ന, മറ്റുള്ളവരാൽ ആഘോഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അതിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, അത്തരക്കാർ തന്റെ ആസനം താങ്ങുന്നവരെ ആവേശഭരിതരാക്കാൻ വേണ്ടുന്ന വിഭവങ്ങൾ നിരന്തരം ഇട്ടുകൊടുത്തുകൊണ്ടിരിക്കും. സന്ദീപ് ജി വാര്യരുടെ കൗശലത്തെയും കുശാഗ്രബുദ്ധിയെയും അതിജീവിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ തന്ത്രം മെനയാനോ, അല്ലെങ്കിൽ സന്ദീപ് ജി വാര്യരുടെ കൗശലത്തെയും കുശാഗ്രബുദ്ധിയെയും പ്രതിരോധിക്കാനോ കഴിയുന്ന തരത്തിലുള്ള ഒരു സൈദ്ധാന്തിക ത്രാണിയുള്ള ആൾക്കൂട്ടമാണ് സംഘികൾ എന്ന് വിചാരം ഇപ്പോൾ എനിക്കില്ല. കുറച്ച് കഷ്ടപ്പെടും, കുറച്ച് വിയർക്കും. എന്തുകൊണ്ട് സന്ദീപ് ജി വാര്യർ BJP-യിൽ വളർന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തെ വളർത്താൻ വിട്ടില്ല എന്നുള്ളതിന് കൃത്യമായ കാരണം BJP-ക്കുണ്ട്. പക്ഷെ ആ കാരണം എന്താണ് എന്നുള്ളത് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അവർക്ക് കഴിയാതെ പോയി എന്നുള്ളത് വലിയ പരിമിതി തന്നെയാണ്. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ന്യൂനതകൾ, പരിമിതികൾ എന്ന് കൃത്യമായിട്ട് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ BJP-ക്ക് കഴിയാതെ പോയി എന്ന് പറയുന്നതും വലിയ ഒരു പരിമിതിയായി പോയി എന്നുള്ളതാണ് പോങ്ങന്റെ ഒരു തോന്നൽ. തെറ്റായ ഒരാളെ വളർത്തുക എന്ന് പറയുന്നതും സാമൂഹ്യ ദ്രോഹം തന്നെയാണ്. അതാണ് പോങ്ങന്റെ ഒരു പക്ഷം. ഇനി സന്ദീപ് ജി വാര്യർ ഉണ്ടാക്കി വെക്കുന്ന പരിക്കുകൾ എങ്ങനെയാണ് കുറയ്ക്കുക എന്നുള്ളത് സംഘികൾക്ക് വേണ്ടി രാഷ്ട്രീയ തന്ത്രം മെനയുന്നവർ തീർച്ചയായിട്ടും ചെയ്യട്ടെ, അല്ലേ? പോങ്ങന്മാർ അതിൽ വലിയ ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഈ പോങ്ങൻ എക്കാലത്തും ഒരു ഉറുമ്പാണ് എന്ന് ഉത്തമ ബോധ്യമുള്ള ഒരാൾ. അതൊരു അപകർഷതയിൽ നിന്നുള്ള ഒരു ഇതല്ല, തിരിച്ചറിവാണ്. പോങ്ങൻ ഈ സമൂഹത്തെ സംബന്ധിച്ച് ഒരു ഉറുമ്പാണ്. ഉറുമ്പ് പോലുമല്ല. സമൂഹം ഒരു ആനയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ആനയെ രക്ഷിക്കാൻ ഒരു ഉറുമ്പിന് സാധിക്കില്ല. എന്നാൽ ആ ആന ഒരു ചതുപ്പിലേക്കാണ് നീങ്ങുന്നതെന്ന് ഉറുമ്പ് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും ചതുപ്പിൽ പൂണ്ടുപോയാൽ അപകടമാണ്, ഒരു കരകയറ്റം സാധ്യമല്ലാതെ വരും, എളുപ്പമല്ലാതെ വരും എന്നുള്ള ഒരു ബോധത്തോടുകൂടി ഉറുമ്പിന് താക്കീത് കൊടുക്കാം. ആനയ്ക്ക് ഉറുമ്പിനെ കേൾക്കാനോ ഉറുമ്പിനെ മനസ്സിലാക്കാനോ ഉറുമ്പിൻ്റെ ഭാഷ തിരിച്ചറിയാനോ ഉള്ള ശേഷി ആനയ്ക്കുണ്ടാവുകയും ആ ഉറുമ്പ് പറയുന്നത് തനിക്ക് വേണ്ടിയാണ്, തൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന ആന ഉറുമ്പിനൊന്ന് ചെവി കൊടുക്കുക. അതെങ്കിലും ചെയ്യാനുള്ള ബുദ്ധി കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഉറുമ്പിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഏറെക്കുറെ ഈ സമൂഹം ചതുപ്പിൻ്റെ വക്കിലെത്തി. ഇത്രയും കാലം ആത്മാർത്ഥമായിട്ടാണ് സാമൂഹ്യ പ്രതിബദ്ധതയോടെ പൗരബുദ്ധിയോടുകൂടി സഹജീവി സ്നേഹത്തോടുകൂടിയാണ് ഇവിടെ കിടന്ന് കുരച്ചുകൊണ്ടിരുന്നത്. പക്ഷേ വാസ്തവത്തിൽ ശത്രു സമ്പാദനമല്ലാതെ എന്നെക്കൊണ്ട് യാതൊന്നിനും കഴിഞ്ഞില്ല എന്നുള്ളതാണ്. എനിക്കിനി ശത്രുക്കളെ ആവശ്യത്തിലധികമായി കഴിഞ്ഞു. ശത്രുക്കൾ മിത്രങ്ങളില്ലാതാനും പിന്തുണയ്ക്കുന്ന ഒരാൾ പോലുമില്ല. ഒറ്റയ്ക്കും പെട്ടയ്ക്കും ഏതാനും സഹപോകന്മാരുണ്ട്, അത് മതി. അവരോട് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, കുറെ കൂടി സന്തോഷം നൽകുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, കുറച്ചുകൂടി സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട്, ഞാൻ വെറുപ്പിൻ്റെ മൊത്ത വിതരണ കേന്ദ്രത്തിൽ നിന്നും സ്നേഹക്കട തുറന്നു പോകുമെന്നല്ല കേട്ടോ, അങ്ങനെ ആരും ധരിക്കരുത്. പക്ഷേ തീർച്ചയായിട്ടും ഞാൻ എക്കാലത്തും എനിക്കൊരു സാമൂഹ്യ ബോധമുണ്ടായിരുന്ന ഒരാളാണ്. ഞാനൊരു വർഗീയവാദി ആയിട്ടേ ഇല്ല ഒരു കാലത്തും. വിശ്വാസം വളരെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമാണെന്നും അതൊരു നിലയിലും പൊതുസമൂഹത്തെ ബാധിക്കരുതെന്നും എൻ്റെ വിശ്വാസം അത് എന്നിൽ മാത്രമായിട്ട് ഒതുങ്ങണമെന്നും ഈശ്വരനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, ദൈവത്തോട് എന്തെങ്കിലും പറയാനുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഞാനും ദൈവവും തമ്മിലുള്ളൊരു കാര്യമാണെന്നും എനിക്കതിന് ഇടനിലക്കാരുടെ ആവശ്യമില്ല എന്നും എനിക്ക് ദൈവവുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ നടത്താൻ, കൊടുക്കൽ വാങ്ങലുകൾ നടത്തണമെങ്കിൽ എനിക്ക് എൻ്റെ മതക്കാരുടെയോ അല്ലെങ്കിൽ മതപുരോഹിതന്മാരുടെയോ ഒന്നും ആവശ്യമില്ല എന്നും ദൈവം എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിൽ തന്നെയുള്ള ശക്തിയാണെന്നും ധരിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം മതത്തിൻ്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന എല്ലാ വൃത്തികേടുകളെയും വളരെ നീരസം കലർന്ന, അമർഷം കലർന്ന ബുദ്ധിയോടുകൂടി മാറ്റിവെക്കുകയേ ചെയ്തിട്ടുള്ളൂ ഇന്നുവരെ. എന്നാൽ മതവിശ്വാസികളെ, സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികളെ അധിക്ഷേപിക്കുമ്പോൾ അത്തരക്കാരെ ഞാൻ എതിർക്കുകയും ചെയ്തിട്ടുണ്ട്. നാസ്തികനായി നിന്നുകൊണ്ട് തന്നെ ഞാൻ ദൈവവിശ്വാസികളെ അംഗീകരിക്കുകയും മാനിക്കുകയും ചെയ്യുന്നു. കാരണം ദൈവം എന്ന് പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള നിരാലംബരായിട്ടുള്ള ആളുകളുടെ അത്താണിയാണ് ദൈവം എന്ന് പറയുന്നത്. അവരുടെ വിശ്വാസം അവർക്ക് ആശ്വാസം നൽകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ ആശ്വസിക്കരുത് എന്ന് പറയാൻ ഞാൻ ആളല്ല. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇനി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നില്ല. നമുക്കറിയില്ല അടുത്ത നിമിഷം എന്താ സംഭവിക്കുക, നമുക്കറിയില്ല. എങ്കിൽ പോലും 2025 പ്രവേശിക്കാൻ പ്രകൃതി എന്നെ അനുവദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഏറ്റവും നീതി കാണിക്കുന്നത് കാവ്യദേവതയോടായിരിക്കും. ഞാൻ ഒരുപാട് സാഹിത്യം വെറുതെ പാഴാക്കി കളഞ്ഞു, ഒരുപാട് സാഹിത്യം പാഴാക്കി കളഞ്ഞു. ഇനി ഞാനത് ചെയ്യില്ല. വളരെ ആത്മാർത്ഥമായിട്ടാണ് ഞാൻ പറയുന്നത്. സാമൂഹ്യ ജീവിയായിട്ടിരിക്കുക, സമൂഹത്തിന് ദ്രോഹം ചെയ്യാതിരിക്കുക, അത് മാത്രം മതി. അതിനപ്പുറത്തേക്ക് സമൂഹത്തെ ഓർത്ത് വേവലാതിപ്പെടേണ്ട കാര്യമില്ല. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയി എന്ന് ചോദിച്ചാൽ, വ്യക്തി ജീവിതം വളരെ കുറവാണ്. നിങ്ങൾക്കുള്ളതുപോലെ സമൃദ്ധമായിട്ടൊരു ജീവിതം എനിക്കില്ല, സമ്പന്നമായിട്ടുള്ള ഒരു കുടുംബജീവിതം എനിക്കില്ല. ദാമ്പത്യ വൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ട് ശ്രദ്ധ മാറ്റേണ്ട കാര്യമില്ല, മക്കളെ പഠിപ്പിക്കാനുള്ള വേവലാതികളില്ല. അപ്പം അതുകൊണ്ട് കൂടുതൽ ശ്രദ്ധ സമൂഹത്തിലേക്ക് വരും. പണത്തിൻ്റെ ആവശ്യം അധികം ഇല്ലാത്തതിൻ്റെതായിട്ടുള്ള ഒരു അഹങ്കാരവും ഒരുപക്ഷെ എനിക്കുണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ടായിരിക്കും ഞാൻ ഇതുപോലെ വരണ്ട വിഷയങ്ങൾ നിരന്തരം സംസാരിച്ചു കൊണ്ടിരുന്നത്, മറ്റുള്ളവരെ ഇങ്ങനെ വളരെ ആത്മാർത്ഥമായി വെറുപ്പിച്ചുകൊണ്ടിരുന്നത്. എനിക്കിനി അതിനൊന്നും താല്പര്യമില്ല. വരുന്ന 12 ദിവസങ്ങൾ വളരെ മോശപ്പെട്ട ഒരു കാലമായിരിക്കും പോങ്ങ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം. കാരണം അഴിഞ്ഞാടാനാണ് തീരുമാനിച്ചത്. നാ വഴിച്ചാടും പോങ്ങൻ. താങ്ങാൻ ശേഷിയുള്ളവർ മാത്രം ഇവിടെ അതിജീവിച്ചാൽ മതി. പോങ്ങന്മാരുടെ ഈ സമൂഹത്തിലേക്ക് ഒരുപാട് കേമന്മാർ കടന്നു വന്നിട്ടുണ്ട്. ആ കേമന്മാരെ തുരത്തുക എന്നുള്ളതാണ് അടുത്ത 2 ആഴ്ചക്കാലമുള്ള പോങ്ങന്റെ പണി എന്ന് പറയുന്നത്. അത് ഞാൻ ആത്മാർത്ഥമായിട്ട് ചെയ്യും. നമ്മളുടെ സബ്സ്ക്രിപ്ഷൻ പട്ടിക എന്ന് പറയുന്നത് അത് കുറയ്ക്കണം. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണം. നമുക്ക് ഇതിനെ എത്രത്തോളം കുറയ്ക്കാൻ കഴിയും അത്രയും കുറയ്ക്കണം. കേമന്മാരായിട്ടുള്ള ആളുകളെ മുഴുവൻ രക്ഷപ്പെടുത്തണം നമുക്ക് ഇവിടുന്ന്. അവർക്ക് എന്തൊക്കെയോ അബദ്ധം പറ്റി ഇവിടേക്ക് വന്നു പെട്ടുപോയവരാണ്. അവരെ നമുക്ക് ഇവിടെ നിന്നും തുരത്തണം. എന്നിട്ട് നമ്മളുടെ പഴയ ആ പോങ്ങത്വം വീണ്ടെടുക്കണം. നമുക്ക് പഴയ പോങ്ങന്മാരായിട്ട് വളരെ കുഞ്ഞു സമൂഹമായിട്ട് നമുക്ക് അങ്ങനെ അങ്ങോട്ട് അതിജീവിച്ചു പോകണം. പരസ്പരം സ്നേഹിച്ചും പരസ്പരം പങ്കിട്ടും നമുക്ക് അതിജീവിച്ചു പോകണം. 2025 പോകുമ്പോൾ തീർച്ചയായിട്ടും കേമന്മാരൊന്നുമില്ലാത്ത പഴയ നമ്മളുടെ ആ ഒരു കൊച്ചു പോങ്ങ സമൂഹമായി നമുക്ക് മാറാൻ സാധിക്കണം എന്ന് പറയുന്ന ആഗ്രഹത്തോടു കൂടി പോങ്ങൻ നാവഴി ചാടും. ഒരിക്കൽ കൂടി പറയാം, ഒരു പ്രവചന ബുദ്ധിയോടുകൂടി പറയാം, പോങ്ങ പ്രേക്ഷകർക്ക് വരാനിരിക്കുന്ന 2 ആഴ്ചക്കാലം വളരെ കെടുതികൾ നിറഞ്ഞതായിരിക്കും. എന്തൊക്കെ സഹിക്കേണ്ടി വരും നിങ്ങൾക്ക് എന്നുള്ളത് എനിക്കറിയില്ല. പിടിച്ചു നിൽക്കാൻ ത്രാണിയുള്ള ആളുകൾക്ക് മാത്രം അതിജീവനം സാധ്യമാക്കുന്ന നിലയിലായിരിക്കും പോങ്ങന്റെ ഇനി അങ്ങോട്ടുള്ള സംസാരം. ഒപ്പം തന്നെ ഇതുവരെയും പോങ്ങൻ ഇവിടെ പാഴാക്കിയ എല്ലാ സാഹിത്യ പരിശ്രമങ്ങളുടെയും പേരിൽ കാവ്യദേവത പോങ്ങനോട് പൊറുക്കട്ടെ. So tasty, I got hot, so stuffed up. So